ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഖത്തറിലാണ് ഉള്ളത് കേട്ടോ. ഖത്തർ എയർവേസിന്റെ രാവിലത്തെ 8:10 ഫ്ലൈറ്റിൽ നമ്മൾ നേരെ പോകുന്നത് കാനഡയിലെ ടൊറോണ്ടോ പിയേഴ്സൺ എയർപോർട്ടിലേക്കാണ്. എൻ്റെ ലൂക്കാച്ചനെയും വാവയുടെയും ഒരുമിച്ചുള്ള ആദ്യത്തെ ഫ്ലൈറ്റ് യാത്രയായിരുന്നു കേട്ടോ. 3 മാസങ്ങൾക്ക് മുന്നേ വാവയും ലൂക്കാച്ചനും തന്നെയായിരുന്നു നാട്ടിലേക്ക് പോയത്. ഞാൻ ഈ യാത്രയിൽ ഓർത്തു, വാവ എങ്ങനെയാണ് ലൂക്കാച്ചനെയും കൊണ്ട് ആ ഒരു നീണ്ട യാത്ര നടത്തിയത്. സമയത്തിന് ഫുഡൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു, അതെല്ലാം വാങ്ങി കഴിച്ചു. കുറച്ചു നേരം ഇരുന്നും കുറച്ചു നേരം നടന്നും കുറച്ചു നേരം ഉറങ്ങിയും ഞങ്ങളുടെ യാത്ര അങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു. ലൂക്കാച്ചനാണെങ്കിൽ ഫ്ലൈറ്റിൽ അടുത്തിരിക്കുന്നവരെല്ലാം നോക്കി ചിരിച്ചൊക്കെ മയക്കുന്നുണ്ട് കേട്ടോ. ഖത്തർ എയർവേസിന്റെ സർവീസും ഫുഡും ഒക്കെ വളരെ നല്ലതായിരുന്നു. 14 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം കാനഡ സമയം ഏകദേശം വൈകുന്നേരം 3:15 ഞങ്ങൾ പിയേഴ്സൺ എയർപോർട്ടിൽ എത്തിച്ചേർന്നു. എന്നെയും വാവയും ലൂക്കാച്ചനെയും കാത്ത് അജുവും ഫെബിനും അഞ്ചും ശില്പയും എയർപോർട്ടിൽ ഉണ്ടായിരുന്നു. ലൂക്കാച്ചനെ കണ്ടപ്പോഴുള്ള അവരുടെയൊക്കെ സന്തോഷം കാണേണ്ടത് തന്നെയായിരുന്നു. എയർപോർട്ടിൽ നിന്ന് ലഗേജ് ഒക്കെ കളക്ട് ചെയ്ത് അജുവിനെയും ശില്പനെയും കൂടി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അഞ്ചും ഫെബിനും ഞങ്ങളെയും കാത്ത് എയർപോർട്ടിന് പുറത്ത് നിൽപ്പുണ്ട്. നാട്ടിൽ നല്ല അടിപൊളി മഴയായിരുന്നെങ്കിൽ കാനഡയിൽ വന്നപ്പോഴേക്കും അത്യാവശ്യം നല്ല ചൂടൊക്കെ ആയി വരുന്നുണ്ട് കേട്ടോ. നാട്ടിലെ ലൂക്കാച്ചിന്റെ യാത്രയിലൊന്നും കാർ സീറ്റിന്റെ ആവശ്യമില്ലായിരുന്നു. കാനഡയിൽ ഇപ്പോൾ ഇവിടെ യാത്ര ചെയ്യണമെങ്കിൽ ലൂക്കാച്ചിന്റെ കാർ സീറ്റ് ഒക്കെ വേണം. അജു അങ്കിളിന്റെ കയ്യിൽ ലഗേജ് എല്ലാം കൊടുത്തുവിട്ടതിന് ശേഷം ഞാനും വാവിയും ലൂക്കാച്ചനും അഞ്ചും ഫെബിനും കാർ സീറ്റ് കയറിയിട്ട് വരുന്നത് നോക്കിയിരിക്കുകയായിരുന്നു. അഞ്ചു വന്നപ്പോഴേ ലൂക്കാച്ചിനെ എടുത്തങ്ങ് പിടിച്ചു കേട്ടോ. ഒരു നീണ്ട യാത്ര കഴിഞ്ഞതിന്റെ എല്ലാ ക്ഷീണവും ഞങ്ങൾക്കുണ്ട്. എത്രയും പെട്ടെന്ന് വീട്ടിൽ ചെന്ന് ഒരു കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് കയറി കിടന്നൊന്ന് ഉറങ്ങണം. വീട്ടിൽ ചെന്നപാടെ കുളിയൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ ചെന്നപ്പോഴേക്കും വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി പൊടിയൊക്കെ ആയതുകൊണ്ട് ഒന്ന് അടിച്ചു വാരി തുടയ്ക്കേണ്ട അവസ്ഥയായി. കാരണം ലൂക്കാച്ചൻ ഉടനെ ഒന്നും ഉറങ്ങുന്ന ഒരു പ്രതീക്ഷയൊന്നുമില്ല. നാട്ടിലായിരുന്നപ്പോൾ എടുത്തുകൊണ്ട് നടക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാരുള്ളതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ചൊരു വിഷമിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ലൂക്കാച്ചിന് വേണ്ടി കളിക്കാൻ വേണ്ടി കുറച്ച് സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ് ഞങ്ങൾ. ഫ്ലോറൊക്കെ തുടച്ച് വൃത്തിയാക്കിയ ശേഷം ഒരു പ്ലേ പെന്നൊക്കെ സെറ്റ് ചെയ്ത് അതിൻ്റെ അകത്തൊരു മാറ്റൊക്കെ ഇട്ട് കുറച്ച് ബോൾസ് ഒക്കെ ഇട്ട് കൊടുത്തു കേട്ടോ ലൂക്കാച്ചന്. അവൻ അതൊക്കെ കണ്ട് കളിക്കുന്നുണ്ട്. ലിവിംഗ് റൂം ഫുൾ ഒന്ന് റീഅറേഞ്ച് ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ ചെടികൾക്കൊക്കെ ഫെബിനും അഞ്ചും ഇടയ്ക്കിടയ്ക്ക് വന്ന് വെള്ളമൊക്കെ ഒഴിക്കുന്നതുകൊണ്ട് അമ്മാര് ഉഷാറായിട്ടുണ്ട്. അവിടുത്തെ ഇലയൊക്കെ കൊഴിഞ്ഞെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി നിലമൊക്കെ ഒന്ന് അടിച്ചു വാരി തുടച്ച് ഒരു കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ലൂക്കാച്ചൻ ഉറങ്ങി തുടങ്ങി കേട്ടോ. ലൂക്കാച്ചൻ ഉറങ്ങിയ പിന്നെ നമ്മൾ ഉറങ്ങിക്കോണം, അതാണ് ഇവിടുത്തെ റൂള്. അപ്പൊ ശരി, തലയൊക്കെ പൊങ്ങി നേരെ ആകുമ്പോൾ കാണാട്ട് വന്നു. ഗുഡ് നൈറ്റ്.